ഹായ് ഹലോ. അപ്പോൾ സൺഡേ 10 മണിക്കായിരുന്നു നമ്മുടെ ഇനോഗ്രേഷൻ കേട്ടോ. രാവിലെ തന്നെ ചെണ്ടകൊട്ടും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. കറക്റ്റ് 10 മണി ആയപ്പോൾ തന്നെ നമ്മുടെ MLA കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചീഫ് ഗസ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബൊക്കെയാണ് കേട്ടോ ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും അമ്മച്ചിയുടെ ഫ്രണ്ട്സ്, പിന്നെ വേറെ ഷോപ്പിലെ ഓണേഴ്സ്, പിന്നെ വ്യാപാരി വ്യവസായിയിലെ ആളുകൾ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അമ്മച്ചിയുടെ ഒരു ഡ്രീമാണ്. കാരണം 21 ഇയേഴ്സായി നമ്മുടെ പാർലർ ഓപ്പൺ ചെയ്തിട്ട്. ഇത്രയും വർഷം നമ്മൾ 3rd ഫ്ലോർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് തൊട്ട് 3rd ഫ്ലോർ തന്നെയായിരുന്നു. അപ്പോൾ തൊട്ടിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് സ്റ്റിൽ നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ടിട്ട് ഈ 3rd ഫ്ലോർ വരെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പരാതിയായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് കയറി വരാൻ പറ്റുന്നില്ല ഇത്രയും സ്റ്റെപ്സ്, ചേച്ചി താഴേക്ക് ഇറങ്ങാത്ത എന്താണെന്നും പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കംപ്ലയിൻറ്റ്സിനുള്ള സൊല്യൂഷൻ ആയിട്ടാട്ടോ നമ്മളിപ്പോൾ ഈ താഴേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു, എല്ലാം. പിന്നെ റിബൺ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിൽ വന്നിട്ട് വിളക്ക് കൊളുത്തലുണ്ടായിരുന്നു കേട്ടോ. അപ്പം MLAയും പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ചേർന്നിട്ടാണ് ആദ്യത്തെ വിളക്ക് കൊളുത്തിയത്. പിന്നെ അമ്മയുടെ സൈഡിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്ന് വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിഷസ് ഒക്കെ പറയാനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വ്യാപാരി വ്യവസായിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടും അതോറിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. അവരും വിളക്കൊക്കെ കൊളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു ഡ്രീം കം മൊമെൻ്റ് ആണ് അമ്മച്ചിക്ക്. ഒത്തിരി വർഷത്തെ ഒരു കാത്തിരിപ്പെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഔട്ട് ഓഫ് നോവെയറിൽ നിന്ന് സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നിലയിൽ എടുത്ത് നിൽക്കുന്നത്. ആരും അറിയാതിരുന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ആളുകൾ അറിയുന്ന പോലെ ഒരു സ്ഥാപനം ഇത്രയും വർഷം കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് എൽസ്, റൈറ്റ്? ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അപ്സ് ഡൗൺസ്, പിന്നെ ഒത്തിരി സ്ട്രഗിൾസ്, ഇതെല്ലാം കടന്നിട്ടാണ് ഇപ്പം ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഷി വാസ് സോ ഹാപ്പി. ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എല്ലാ സർവീസസിനും 30% ഓഫ് ഉണ്ട് കേട്ടോ. 12th വരെയാണ് ഈ ഓഫ് ഉള്ളത്. ഇനോഗ്രേഷൻ്റെ അന്നും നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്ന് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എവരി വൺ വാസ് സോ ഹാപ്പി. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും ലഡ്ഡു കൊടുത്തു കേട്ടോ, നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അമ്മച്ചിയുടെ ഹാപ്പിനെസ് ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ബൈ ഓൾ.